ഗൾഫ് മേഖലയെ വീണ്ടും യുദ്ധഭീതിയിലാഴ്ത്തിക്കൊണ്ട് പശ്ചിമേഷ്യയിൽ വീണ്ടും വൻ സൈനിക നീക്കം. ഇറാനെതിരെ അമേരിക്ക ശക്തമായ വ്യോമാക്രമണം അഴിച്ചുവിട്ടതിന് പിന്നാലെയാണിത്. അതേസമയം യുഎസിന് പിന്തുണ നൽകുന്ന ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ എന്നീ 3 ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി തിരിച്ചടിച്ചുവെന്ന് ഇറാൻ അവകാശപ്പെട്ടു. മിഡിൽ ഈസ്റ്റ് ബ്യൂറോയുടെ റിപ്പോർട്ട്. അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ US നാവികസേനയുടെ 5ാം ഫ്ലീറ്റ് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ബഹ്റൈനിൽ ആക്രമണ ഭീഷണി ഉയർന്നു. തുടർന്ന് അപായ സൈറണുകൾ മുഴങ്ങി. എന്നാൽ ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളും ഡ്രോണുകളും വിജയകരമായി പ്രതിരോധിച്ചെന്ന് കുവൈറ്റും ഖത്തറും അറിയിച്ചു. ഗൾഫ് രാജ്യങ്ങളിൽ കാര്യമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിലും മേഖല അതീവ ജാഗ്രതയിലാണ്. ഒമാൻ തീരത്ത് ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായ പുതിയ കപ്പൽ ആക്രമണങ്ങളോടെ മുൻപുണ്ടാക്കിയ താൽക്കാലിക വെടിനിർത്തൽ കരാർ പൂർണ്ണമായും തകർന്നതായി US ആവർത്തിച്ചു. അമേരിക്ക ഈ വിഷയത്തിൽ കടുത്ത നിലപാടിലാണ്. ബഹ്റൈനും കുവൈറ്റും നേരെ ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ ശക്തമായ ഭാഷയിൽ UAE അപലപിച്ചു. ഈ ആക്രമണങ്ങൾ ബഹ്റൈന്റെയും കുവൈറ്റിന്റെയും പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ ലംഘനമാണെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷം കനത്തതോടെ ലോകമെമ്പാടുമുള്ള എണ്ണ പ്രകൃതിവാതക വിപണികൾ കടുത്ത ആശങ്കയിലായി. രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത എണ്ണവില കുതിച്ചു കയറി. സാഹചര്യം കൂടുതൽ വഷളാകാതിരിക്കാൻ ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്നാൽ വിഷയത്തിൽ അടിയന്തരമായി സംയമനം പാലിക്കാൻ ആര് മുൻകൈയെടുക്കും എന്നതാണ് ഇപ്പോഴത്തെ വിഷയം. സമാധാനത്തിനായി മുന്നിട്ടിറങ്ങിയവർ തന്നെ സമാധാനം തകർക്കുന്ന അപൂർവ കാഴ്ചയാണ് മിഡിൽ ഈസ്റ്റിൽ കാണാനാകുന്നത്. എൽവിസ് ചുമ്മാർ, ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chummar TV show. Exclusively on Jayhind TV. Stay tuned for the 1,000 countdown.